പരീക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഇതാ യോനായുടെ സംഭവം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. യോനായോട് പറഞ്ഞ് നിനിവേലേക്ക് പോകാൻ. യോന പറഞ്ഞ് ഞാൻ താർശീഷിലേക്ക് പോകുള്ളൂ. അങ്ങനെ കപ്പൽ കയറി താർശീഷിലേക്ക്. യോന കയറിയ കപ്പൽ ഒരു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ടു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പം തമ്പുരാൻ്റെ മുമ്പിലൊന്ന് നിൽക്കുന്നത് നല്ല മക്കളെ. ഒന്ന് ഇറങ്ങി വന്നിട്ട് കർത്താവേ എന്നെ പറ്റിയേ, എനിക്കിതെന്ത് പറ്റിയേ, ഒരു ചോദ്യവും ഒരു അന്വേഷണവും ഒക്കെ എപ്പോഴും നല്ലതാണ് മകളെ. ഹല്ലേലൂയ. ഒരു തകർച്ചയുടെ മുമ്പിൽ, ഒരു നൊമ്പരത്തിൻ്റെ മുമ്പിൽ അനേകം മക്കള് ഞായറാഴ്ച ഒത്തിരി പേര് ഇന്ന് കഴിഞ്ഞ ആഴ്ച 2:30 മണി വരെ ഇന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി മക്കൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ, ഒരു സങ്കടത്തിൻ്റെ മുമ്പിൽ, ഒരു തകർച്ച എങ്ങോട്ടും ഓടിയിട്ട് കാര്യമില്ല. ഓർത്തു, ഒരു കോടതിക്കും ഒരു പോലീസ് സ്റ്റേഷനും ഒരു ഭരണാധികാരിക്കും നിങ്ങളെ രക്ഷിക്കാനാവില്ല. ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാനാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാ കടലില് കപ്പലില് യോന യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊടുങ്കാറ്റുണ്ടായി, കപ്പൽ തകരുമെന്നുള്ളൊരവസ്ഥ. ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾക്കും ഓരോ വ്യാഖ്യാനങ്ങളുണ്ട് മക്കളെ. നീ ജയിച്ച ജയത്തിന്, അത് ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കില്ല, അതിനൊരു വ്യാഖ്യാനമുണ്ട്. നീ തോറ്റെങ്കിൽ ആ തോറ്റതിനൊരു വ്യാഖ്യാനമുണ്ട്. നീ സുഖപ്പെട്ടെങ്കിൽ സുഖപ്പെട്ടതിനൊരു വ്യാഖ്യാനമുണ്ട്. നിനക്ക് മുറിവേറ്റെങ്കിൽ മുറിവേറ്റതിനൊരു വ്യാഖ്യാനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലെ ഓരോ കാര്യത്തിനും ഒരു വെളിപാടുണ്ട്, റെവലേഷൻ. ഇതാ യോന കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി. ഓരോരുത്തരും താങ്ങാങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അനുഗ്രഹിക്കപ്പെടാനൊരു മാർഗം പാട്ടെ, ഉള്ളിലെ ഭാരങ്ങളൊക്കെ പതുക്കെ വെളിയിലേക്ക് വലിച്ചെറിഞ്ഞോണം. എല്ലാ ഭാരവും ചുമന്നുകൊണ്ടുന്ന ഒരു അനുഗ്രഹം ജീവിതത്തിൽ. നിന്റെ വകീസൊക്കെ എടുത്ത് ഉരുട്ടുകളെ വെച്ചാൽ നീ സമാധാനം ഉണ്ടോ? ഇല്ല, പാമ്പ് പിടിക്കുന്നതിനൊക്കെ. എങ്ങനെയാ പാമ്പ് പിടിക്കുന്നത്? മക്കൾ വന്ന് വെച്ചാൽ കിടന്നിട്ട് എങ്ങനെ ഉറങ്ങാൻ പറ്റണേ? ഭർത്താവിന്റെ കാര്യം, മക്കളുടെ കാര്യം ദൈവകരങ്ങളിലേക്ക് കൊടുക്കണ കൂട്ടാ. ഹല്ലേലൂയ. ഇതെല്ലാം കൂടെ ചുമന്നുകൊണ്ട് പോയ കപ്പൽ മുങ്ങും. നിന്റെ ജീവിതം തകരും. ഒന്നുപോയി കർത്താവിന്റെ പക്കൽ പോയി സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്ക്. നിന്റെ ജീവിതമാകുന്ന നൗക കർത്താവാകുന്ന കരക്കരികിൽ നീ ഒന്ന് അടുപ്പിക്ക. ഇതാ കടലിലേക്ക് വലിച്ചു. എന്നാൽ നമ്മുടെ ചേട്ടായിയുടെ കാര്യം പറയാ. യോന പ്രാവുംകുഞ്ഞ്, നമ്മുടെ പ്രാവുംകുഞ്ഞിന്റെ കഥ പറയുക. യോന കപ്പലിന്റെ ഉള്ളിൽ കിടന്നു. തനി ക്രിസ്ത്യാനി. അച്ഛന്മാർ പ്രസംഗം തുടങ്ങും, അന്നേരം ഉറക്കം തുടങ്ങും. മറ്റുള്ളവരെങ്കിൽ കണ്ണും വിഴിച്ചിങ്ങനെ ഇരിക്കും. അവിടെ ഒരു ബലക അവര് ശിഷ്യന്മാർ കിടന്ന് ഉറങ്ങിയെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ലേ? ശിഷ്യന്മാർ കിടന്ന് ഉറങ്ങിയെന്ന് ബൈബിൾ. ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 അവിടെ കിടന്ന് കൂക്കം വലിച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഉറക്കം നമ്മളെ തകർക്കും. ഉറക്കം നമ്മളെ തകർക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ശരീരത്തെ ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന്, ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നുള്ള വചനം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. കഴിയുന്നത്ര പിടിച്ചെങ്ങനെ ഉറങ്ങണം. കഴിഞ്ഞ ദിവസം ഡോക്ടർമാരെ കണ്ടപ്പോൾ ഡോക്ടർ 7 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്നാണ് ഉപദേശം തന്നേക്കുന്നത്. 7 മണിക്കൂറൊക്കെ അങ്ങനെയൊക്കെ ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റിയിരുന്നത് നല്ലതായിരുന്നു, പക്ഷെ ഉറങ്ങാൻ പറ്റുമോ അങ്ങനെയൊക്കെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതവിടെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പോയി കിടന്ന് ഉറങ്ങുക. എല്ലാവരും അവരവരുടെ ദൈവങ്ങളെ വിളിക്കുമ്പോൾ നമ്മുടെ ചേട്ടായി കിടന്ന് ഉറങ്ങുക. അവനറിയാം എന്ത് ഉറങ്ങിയാലും എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും. ഇത് തോമാസ്ലീഹയുടെ കാര്യം പറഞ്ഞ പോലെയാ.
അവന്റെ മുറിവുകളിൽ കൈയിടാതെ, അവന്റെ പാർശ്വത്തിൽ കൈയിടാതെ, അവന്റെ മുറിവുകളിൽ വെല്ല് വെക്കാതെ ഞാൻ വിശ്വസിക്കില്ല. ബോവാസിലേക്ക് ഉറപ്പാ കർത്താവ് വരും, അവൻ മുറിവുമായിട്ട് വരും. അവന്റെ സ്വഭാവം അതാ. യോനായിക്കറിയാം ഈ യഹോവയായ ദൈവം ഇങ്ങനെ തന്നെയാ. ഞാൻ കിടന്ന് ഉറങ്ങിയാലും ശരി, എന്നോട് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് വർത്താനം പറയുന്ന ദൈവമല്ലേ. എന്നോട് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് പറയുന്ന വർത്താനം പറഞ്ഞ ആ ദൈവം എന്നെ തള്ളി. എന്തൊരു ഗ്യാരണ്ടിയാ മകളെ വാസ്തവത്തിൽ യോനായിക്ക്. തനി ക്രിസ്ത്യാനിന്ന് ഞാൻ പറയും. പാവം ചെയ്തിട്ട് അടി കിട്ടുകയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളില്ലേ, ഉപവാസകനങ്ങളെല്ലാം കഴിഞ്ഞ കുമ്പസാരത്തിനും ഇന്നത്തെ കുർബാനയ്ക്കും ഇടയിൽ നിങ്ങൾ എത്ര പാപം ചെയ്തിട്ടുണ്ട്? കർത്താവ് കണ്ടില്ലെന്നാണ് വിചാരിക്കണേ. കണ്ണും അടച്ചൊന്ന് കുർബാന സ്വീകരിച്ചുകൊണ്ട് പോയിരിക്കുക. ധൈര്യവന ഈശോ ഒന്നും ചെയ്യത്തില്ല. കുറച്ച് നാൾ ചെയ്യത്തില്ല മക്കളെ. കുറച്ച് കഴിയുമ്പം പിടിവിടും. കുറച്ച് കഴിയുമ്പം പിടിവിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോനായ്ക്ക് നല്ല ഉറപ്പാ. എന്നോട് ഇടയ്ക്കിടയ്ക്ക് കജൂസവനോട് പറയുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് നിനിവേ സഹിക്കാനൊക്കെ എന്നോട് പറഞ്ഞതല്ലേ. എന്നോട് ഇഷ്ടമുണ്ട് ദൈവത്തിന്. അവങ്ങൾ ദൈവത്തെ മുതലെടുക്കാൻ നോക്കരുത് മക്കളെ. ദൈവത്തെ മുതലെടുക്കാൻ, നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെയും ആനുകൂല്യങ്ങളെയും മുതലാക്കാൻ നോക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കിടന്ന് ഉറങ്ങുക. അപ്പോൾ കപ്പിത്താൻ അടുത്ത് വന്ന് അവനോട് ചോദിച്ചു, നീ ഉറങ്ങുവാണോ? ആർ യു സ്ലീപ്പിംഗ്? ദൈവമക്കളെ, ദൈവിക രഹസ്യങ്ങളുടെ മുമ്പിൽ ഉറക്കം നടിക്കുകയാണോ? ദൈവിക വെളിപാടുകളുടെ മുമ്പിൽ നമ്മൾ ഉറങ്ങുന്നവരാണോ? ദൈവിക വരങ്ങളുടെ മുമ്പിൽ നമ്മൾ ഉറങ്ങുന്നവരാണോ? ദൈവിക കൃപകളുടെ മുമ്പിൽ നമ്മൾ ഉറങ്ങുന്നവരാണോ? എംപവറിങ് യു അല്ലേ? കൃപ കിട്ടി പ്രാർത്ഥിക്കാൻ വരം കിട്ടിയിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. വചനത്തിന്റെ വെളിപാട് കിട്ടിയിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരം കിട്ടിയിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. രോഗശാന്തി വരം കിട്ടിയിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. പ്രഘോഷണ വരം കിട്ടിയിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. പ്രവചന വരം കിട്ടിയിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാം ഹല്ലേലൂയ പറഞ്ഞു. അർത്ഥമെല്ലാം പിടികിട്ടി വച്ചൻ പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്നവർക്ക് പ്രവചന വരങ്ങളുള്ളവരുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് രോഗശാന്തി വരങ്ങളുള്ളവരുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് പ്രാർത്ഥനാ വരങ്ങളുള്ളവരുണ്ട്. വീട്ടിലിരിപ്പ എന്നെങ്കിലും ഒരു മണിക്കൂർ കുത്തിയിരുന്ന് ആർക്കെങ്കിലും വേണ്ടി. ഇന്നലെ പരിശുദ്ധാത്മാവിന്റെ ഒരു വെളിപാടായിരുന്നു കേട്ടോ. മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്ന്. അവളെ ഒരുപാട് വിഷയം, പ്രത്യേകിച്ച് യുവതീ യുവാക്കന്മാർക്ക്, കുഞ്ഞുമക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന വേണം. ഇന്നലെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പെടുത്തലാണ് നിങ്ങൾ വേണ്ടി പങ്കുവെക്കുന്നത്. എന്നോട് പറഞ്ഞതാ, നീ പോയി മധ്യസ്ഥ പ്രാർത്ഥന. നിങ്ങളോട് ഞാൻ പറയുക, അത് എല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥന, ഇന്റർസെസറി പ്രയർ. ഒരപ്പൻ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. എൻ്റെ ഭാര്യയെ നോക്കിക്കോണം, എൻ്റെ മക്കളെ നോക്കിക്കോണം. തീർന്നു. നോക്കൂ, ഇപ്പം അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. അവളെ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സഭയും തകരാൻ കാരണം മധ്യസ്ഥ പ്രാർത്ഥനയില്ല. ഒരു കൺവെൻഷനൊക്കെ പോകുമ്പോഴേ രാവിലെ മുതൽ വൈകിട്ട് വരെ കുറച്ച് പാവങ്ങളിൻ്റെ കാറിക്കൂവി പ്രാർത്ഥിച്ചാൽ കൺവെൻഷൻ വിജയിക്കുന്നത്. അച്ഛൻ്റെ പ്രസംഗം പാട്ടുകാരുടെ മിടുക്കൊന്നുമല്ലത്. പാവം പഠിച്ച ചേച്ചിമാര് വന്നത് കരഞ്ഞ് 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 തലയിട്ട് അടിച്ചടിച്ച് അവസാനം സ്വരം പോലും ഇല്ലാതെ പോലെ പ്രാർത്ഥിക്കും. അപ്പൊ കൺവെൻഷൻ അത്ഭുതങ്ങൾ നടക്കുക, രോഗശാന്തികൾ നടക്കുക, മാനസാന്തരങ്ങൾ നടക്കുക. അച്ഛൻ പുണ്യാളനാന്നാ എല്ലാവരും വിചാരിക്കണം. ഒന്നും അല്ലെന്ന്. ആ പാവങ്ങൾ ഇപ്പൊ മുകളിൽ ഇരിപ്പുണ്ട്. രാവിലെ 4:50 ഒന്ന് കൈവപ്പ് മാറ്റിട്ട് കയറിയിട്ടുണ്ട് ചേച്ചി. 4:45 കയറിയതാ മുകളിലോട്ട്. അതുപോലെ പലരും ഇന്നിപ്പം മോളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന അവരുടെ പ്രാർത്ഥന അത് നിങ്ങൾക്ക് അറിയാവോ? ഈ കൂടാരം നിറച്ച് മക്കളിരിപ്പോൾ എങ്ങനെയാ ഇവര് വന്നത്? അവര് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മാലാഖമാര് പോയി നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതാ. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. 1 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന ഇരിക്കണം മക്കളുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞതിന് എന്തിനാണോ? നിങ്ങൾ തകർന്നു പോവല്ല, നിങ്ങൾ തളർന്നു പോകും. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ തലമുറകൾ ഐശ്വര്യം പ്രാപിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പറയുന്നത് മനുഷ്യന് മരിക്കുന്നത്, ഏറ്റവും കൂടുതൽ മനുഷ്യന് മരിക്കുന്ന ഹൃദ്രോഗം കൊണ്ടാണ്. മരിക്കുന്ന പ്രായം അറിയോ? 40-നും 60-നും ഇടയ്ക്ക്.
ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിച്ചത് 80 വയസ്സുകാരല്ല മരിച്ചേക്കുന്നത്, 90 വയസ്സുകാരല്ല മരിച്ചത്. 40 വയസ്സ് കഴിഞ്ഞോ അണ്ണന്മാരെ പടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കണേ. 40 ബിറ്റ്വീൻ 40 and 60 മരണമായിട്ട് എടുത്ത് നോക്കിക്കോ നിങ്ങൾ. അങ്ങനെ മരിച്ചതറിയോ? ഹാർട്ട് അറ്റാക്ക്. ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിച്ചത് ആർട്ടുകൾ വായിച്ചതാണ്. മരിക്കുന്ന യുവാക്കൾ. കോവിഡിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അവളെ പിന്നെ രണ്ടാമത് തന്നെ ശ്വാസമുട്ടൽ. എനിക്കും പകുതി ശ്വാസകോശമേ ഉള്ളൂ. ഇവിടെ ഒറ്റ ഒരെണ്ണത്തിനില്ല 100% ശ്വാസകോശം. ഒരു 70% കാണും ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേർക്ക്. ഒരു ന്യൂമോണിയ പിടിച്ച, നല്ലൊരു ചുമ പിടിച്ച തീരുമക്കളെ. ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിക്കുക ശ്വാസം മുട്ടിയ. നമ്മളിതൊക്കെ അടിച്ചിങ്ങനെ നിൽക്കും. എത്ര അപകടത്തിൻ്റെ നൂലില്ല നമ്മൾ നിൽക്കുന്നറിയാവോ? ഹല്ലേലൂയ. മൂന്നാമത്തെ രോഗം എന്നാന്നറിയോ? ക്യാൻസർ. 3 ക്യാൻസർ കൊണ്ടാണ് മനുഷ്യർ മരിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിക്കുന്നത് എങ്ങനെ അറിയോ? ആത്മഹത്യ ചെയ്യുന്നതാണ്. നോക്കിയാൽ നിങ്ങൾ ഒരു അസുഖം വന്നിട്ടല്ലേ ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിക്കുന്നതൊക്കെ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കടന്നു പോകുന്ന ടെൻഷനുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊച്ചു മക്കളൊക്കെ, കുഞ്ഞു പിള്ളേരൊക്കെ അല്ലേ ആത്മഹത്യ ചെയ്യുന്നത്? കുഞ്ഞു മക്കളൊക്കെ ആത്മഹത്യ. എവിടെ പോയി നമ്മൾ? തമ്പുരാനെ ദൈവങ്ങളെ വേദപാഠ ക്ലാസ് കൊണ്ട് രക്ഷപ്പെടുമെന്ന് ആരും വിചാരിച്ചെങ്കിൽ ഇനി ക്ഷമിക്കണം അങ്ങനെ പറയുന്നതിന്. കുടുംബങ്ങളിൽ ദൈവത്തെ കൊടുക്കാതെ ഒരു മതബോധനാധ്യാപകന് ഒരു കൊച്ചിനെ രക്ഷിക്കാൻ പോകുന്നില്ല. മാതാപിതാക്കൾ കൊച്ചിന് പാല് കൊടുക്കുന്നത് പോലെ ദൈവവിശ്വാസം കൊടുക്കാൻ പരാജയപ്പെട്ട നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തോറ്റുപോകും. അവൻ കാല് തട്ടി അവൻ ദൈവമേ എന്ന് വിളിക്കണം, എൻ്റെ ദൈവമേ എന്ന് വിളിക്കണം. ഒരു സങ്കടം വന്നാൽ അവൻ എൻ്റെ ദൈവമേ എന്ന് വിളിക്കണം. കഴിഞ്ഞ ദിവസം മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പയ്യൻ 25 വയസ്സിന് താഴെ, ജീവിതത്തിൽ ഒരു പ്രശ്നം. അവൻ മാവേലിക്കര അപ്പുറത്തുള്ള. ഇവൻ ഓടി വരിക, ഓടി പള്ളിയിലേക്ക് കയറാൻ വരുമ്പോൾ എന്നെ കണ്ടു. അയ്യോ അച്ഛനെ കണ്ടല്ലോ എന്ന് വെച്ചാൽ അവൻ അതിൻ്റെ ഇരട്ടി സന്തോഷിച്ചു. അത് എന്തുവാടാ? ജപ്തി നോട്ടീസ് വന്നോ ഇന്ന് രാവിലെ. വണ്ടിക്കൂലി കൊടുക്കാൻ കാശില്ലായിരുന്നു. അമ്മ പറഞ്ഞു മോൻ പോയി പ്രാർത്ഥിക്കടാ. ഒരു ഹിന്ദു പയ്യന്റെ കഥയാ ഞാൻ പറയണേ. ക്രിസ്ത്യാനി അമ്മമാരോടും അപ്പന്മാരോടും ക്രിസ്ത്യാനി പിള്ളേരോട് ഞാൻ പറയുന്നത്. ഇവൻ മാവേലിക്കൽ അപ്പുറത്തങ്ങാണ്ടുള്ള പയ്യനാ. അവൻ കിടുങ്ങിപ്പോയി മക്കളെ. അവൻ ഓടി വിമലഗിരി മാതാവിലെ പള്ളി കയറുക. കോവിഡിന്റെ കാലത്ത് തുറന്നു കിടപ്പുണ്ടായിരുന്നല്ലോ, അന്ന് ആദ്യമായിട്ട് വന്നത്. പിന്നെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വീട്ടുകാർ വരുന്ന അവിടെയാണ്. ഹല്ലേലൂയ. ഒരു സങ്കടം വന്നാൽ ഓടിപ്പോകേണ്ട ഇടം കർത്താവിന്റെ ആലയമാണെന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോയ മാതാപിതാക്കളാ. ഒരു വേദന വരുമ്പോൾ, സങ്കടം വരുമ്പം ബൈബിൾ തുറന്ന് വായിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ മക്കൾ വായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഉറങ്ങുന്നുവോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താ അർത്ഥം? നിന്റെ കാര്യം പോക്കാം. ദൈവത്തോടുള്ള ഒരു ഉറക്കം. അവൾ ദൈവീക കാര്യങ്ങളിൽ തീക്ഷ്ണത, ഒരു ആവേശം. ഒച്ചത്തിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയത്തില്ലേ? ഒച്ചത്തിൽ പ്രാർത്ഥി. രാവിലെയൊക്കെ എഴുന്നേറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് നിന്ന് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, വിജാതീയം പറയുക. ഇസ്രായേൽ പ്രവാചകനോട് പറയും, നീ എഴുന്നേറ്റ് നിന്ന് ഒച്ചത്തിൽ നിന്റെ ദൈവത്തെ വിളിക്കുക. മറ്റുള്ളവര് നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് നിന്ന് നിന്റെ ദൈവത്തെ, ജീവിതത്തിന്റെ പ്രതിസന്ധിയിലും ജീവിതത്തിന്റെ ദുരന്തത്തിലും
എഴുന്നേറ്റ് നിന്ന് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിക്കാതിരിക്കാൻ ഉറപ്പില്ല, ഒരു പക്ഷേ അവിടുന്ന് നമ്മെ ഓർത്തേക്കും. ഹല്ലേലൂയ. He may have remembered us. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നമ്മളെ ചിലപ്പോൾ ഓർത്തേക്കാം. നിന്റെ ദൈവത്തെ ദേവങ്ങളെ ഒരു ആത്മീയ രഹസ്യം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ നീ എഴുന്നേറ്റ് നിന്ന് നിന്റെ ദൈവത്തെ വിളിക്കുക. അവിടുന്ന് നിന്നെ ഓർത്തേക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഇന്ന് ആലയത്തിലായിരിക്കുമ്പോ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ദുരന്തം ഉണ്ടാവില്ല കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ ജീവിതങ്ങൾ തകർന്നു പോകരുത്. അനന്തരം അവർ പരസ്പരം പറഞ്ഞു, ആര് നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം വന്നതെന്ന് നമുക്ക് കുറിയിട്ട് നോക്കാം, നറുക്കിടാം. അത് പഴയകാല സംവിധാനമാണ്. അവർ നറുക്കിട്ടു. യോനായിക്ക് നറുക്ക് വീണു, കൃത്യം വീണു യോന. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, പറയൂ, ആര് നിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നത്? നിന്റെ തൊഴിലെന്താണ്? നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുന്നല്ലോ. നിന്റെ തൊഴിലെന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏതാണ്? നീ ഏത് ജനതയിൽപ്പെട്ടതാണ്? ഇത്രയത്തിന് ഉത്തരം കിട്ടിയ ഒരു ധ്യാനമാണ് മക്കളെ. ഇത്രയൊന്നും ഓർത്താമത് ജീവിതത്തിൽ പറയുക. നിന്റെ തൊഴിലെന്താ? പുരോഹിതനാണേ, വൈദികനാണ്. എന്നിട്ടോ നിന്റെ തൊഴിലും നീ എവിടെയാ? പറഞ്ഞു, പ്രവാചകനാണ്. എന്നിട്ടാണോടാ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവമക്കളെ, ദൗത്യങ്ങളിൽ നിന്നും ഓടി ഒളിക്കരുത്. ദൗത്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുമ്പോൾ സ്വയം തകരും, മറ്റുള്ളവരെ തകർക്കും. ദൗത്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നവർ സ്വയം നശിക്കും, മറ്റുള്ളവരെ നശിപ്പിക്കും. ഹല്ലേലൂയ. എന്റെ തൊഴിലെന്താണ്? അടുത്ത ചോദ്യം നിങ്ങൾക്ക്. അവിടുന്ന് വരുന്നു, വെമലഗിരി പള്ളിയിൽ നിന്ന് വരികയാണേ. അവിടുന്ന് വരുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, മാമോദീസായിൽ നിന്ന്, പൗരോഹിത്യത്തിൽ നിന്ന്. From where are you coming? From the womb of God. ദൈവത്തിന്റെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എവിടുന്നാ വരുന്നത്? നീ ഓർക്കണം മക്കളെ. നീ എവിടെയാ ആരംഭിച്ചു? നിന്റെ തുടക്കം എവിടെയാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ 15-17 വയസ്സ് വരുന്ന ചില പിള്ളേരൊക്കെ ഉണ്ട്. സ്കൂളുകളൊക്കെ ഇപ്പം കഞ്ചാവ് ശാലകളാണ്. സ്കൂളിൽ നിന്നുള്ള പേര് മാറ്റി കഞ്ചാവ് ശാല നാക്കുക. പ്രത്യേക സ്കൂളിലെ പേരൊന്നും എന്താ, അതൊക്കെ കഴിഞ്ഞിട്ട് കഞ്ചാവ് സ്കൂൾ. അവങ്ങളെ പിള്ളേർ കൈവിട്ട് പോയിട്ടുണ്ട്. മാതാപിതാക്കളെ അറിയാതെ കിടന്ന് നിങ്ങൾ ഉറങ്ങിക്കും. നല്ല ചൂരവടി കിട്ടുന്ന പോയി വാങ്ങിക്കണം അവിടുന്ന്. നല്ല ചൂരവടി വാങ്ങിച്ചോ മക്കൾ. നല്ല എണ്ണയെ വെച്ചിട്ട് ഞങ്ങൾക്ക് പണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് പുകയത്തുകൊണ്ട് വെക്കുമായിരുന്നു. അപ്പം പോലീസ് പിടിച്ച പിടിക്കട്ടെന്നേ. പിള്ളേരെ തല്ലിയെന്ന് പറഞ്ഞ് പോലീസ് പിടിച്ച പിടിക്കട്ടെന്ന്. നാളെ ജയിലിൽ പോയി നിൽക്കേണ്ട കാര്യമൊന്നും മക്കളെപ്പോൾ നിങ്ങൾ ജയിലിലൊന്നും പോയി നിൽക്കേണ്ടി വരത്തില്ലല്ലോ. അവങ്ങളെ കൊച്ചു പ്രായത്തിൽ തിരുത്താൻ പഠിക്കണം മക്കളെ. ഹല്ലേലൂയ. കുഞ്ഞു പ്രായത്തിൽ അടിച്ച് വളർത്തണം പിള്ളേരെ. ബൈബിള് പറയുന്നു, അടിച്ചെന്ന് വിചാരിച്ചു മക്കളൊന്നും മരിച്ചു പോയിട്ടില്ലെന്ന്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പിടിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. 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 നീ എവിടുന്നാ വരുന്നത്? അടുത്തത്, നിന്റെ നാടേതാണ്? എന്റെ നാട് ജെറൂസലേം. എന്റെ നാട് സ്വർഗ്ഗനാട്. എന്റെ നാട് ദൈവത്തിന്റെ നാട്. ഹല്ലേലൂയ. എന്റെ പൗരത്വ സ്വർഗ്ഗത്തില്. എവിടുന്ന് വരുന്നു? എവിടുന്ന് വരുന്നു? വേഷം കെട്ടാനൊന്നും പറ്റിയല്ലോ മക്കളെ. ഞാൻ എന്നാ ഉടുപ്പിട്ടില്ലെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ ആളുകൾ അച്ഛനല്ലേന്ന് ചോദിക്കും. ഇപ്പോഴത്തെ ഇപ്പം പിന്നെ യൂട്യൂബ് ഈ ബൊമ്പച്ചനൊക്കെ കാരണം നമ്മുടെ ജീവിതം മുഴുവൻ മുട്ടിയിരിക്കുക. ഒരിടത്ത് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ചായ കുടിക്കാൻ പോകാൻ പറ്റത്തില്ല. ചായ കൂടെ ചെന്ന് ചായ കുടിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ കാശ് വേണ്ടെന്ന് പറയും. അതിനാ ചേട്ടാ, അച്ഛന് കാശ് വാങ്ങിച്ചാൽ ശരിയാവത്തില്ല. അവിടെ അങ്ങോട്ട് ഒരു ജ്യൂസ് കട ഉണ്ടായിരുന്നു. അങ്ങോട്ട് താഴെ ഹൈറേഞ്ചിലേക്ക് പോകും. അവിടെ അങ്ങ് ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. 3-4 അച്ഛന്മാരും കൂടെ കാണും. പൈസ കൊടുക്കണ്ട അവിടെ.
അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ മക്കളെ, എവിടുന്നാ? ഞാൻ ക്രിസ്ത്യാനിയാ, ഞാനൊരു ദൈവ പൈതലാ, ഞാനൊരു പുരോഹിതനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മറന്നല്ലോ. നീ എവിടുന്ന് വരുന്നു? നിന്റെ നാടേതാ? നീ ഏത് ജനതയിൽപ്പെട്ടതാ? ഞാൻ വിശ്വാസിയാ, ഞാൻ ദൈവ പൈതലാ, ഞാനൊരു ദൈവ കുഞ്ഞാ. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു ആത്മബോധം നിന്നെ ഉണർത്ത്. ദൈവമക്കൾ എഴുന്നേറ്റ് ഇരുകരകൾ തമ്പുരാന്റെ മകലേക്ക് നീട്ടി. അവന്റെ മകനായി, അവന്റെ മകളായി, അവന്റെ രാജ്യത്തിന്റെ അവകാശിയായി, അവന്റെ ഭവനത്തിന്റെ ഉടമയായി അവനെ സ്വന്തമായി അവൻ മാറ്റിയിരിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ കൃപ, ഒരു പുതിയ അനുഗ്രഹം. ഈശോയേ, ഈശോയേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ